നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ജനാധിപത്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും വല്ലാത്ത ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ലെന്നും അത് ശ്രദ്ധിക്കേണ്ടത് ഭരണകക്ഷിയാണെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. കൊണ്ടോട്ടി നഗരത്തിൽ 1.37 കോടി രൂപ ചെലവിൽ നവീകരിച്ച കൊണ്ടോട്ടി നഗരസഭ പി സീതി ഹാജി ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജനാധിപത്യത്തിലെ അഭിപ്രായ വ്യത്യാസം ഒരിക്കലും തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഭരണകക്ഷിയാണെന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ജനാധിപത്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസം ഒരിക്കലും ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടത് ആരാണോ ഭരണകക്ഷി അവരാണ്. ഇവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ ആരാണോ ഭരണപക്ഷത്തിന്റെ ഭാഗം നിൽക്കുന്നത് അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു നഷ്ടം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം മാതൃകാപരം. ഇത്തരത്തിൽ സ്ത്രീ സംവരണം നടപ്പിലാക്കിയാൽ മാത്രമേ നിയമസഭകളിലും പാർലമെന്റിലും വനിതകൾക്ക് പ്രാമുഖ്യമുള്ള ഭരണ നേതൃത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കേവലം ലോക്കൽ ബോഡിയിൽ മാത്രം പോരാ, നിയമസഭയിലും പാർലമെന്റിനകത്തും അവർക്ക് വേണമെന്ന അഭിപ്രായം ഉൾപ്പെടുന്ന പാർട്ടികളുണ്ട്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിഗണന അവരെ പൊതുതാളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. TV ഇബ്രാഹിം MLA അധ്യക്ഷനായ ചടങ്ങിൽ MPമാരായ ET മുഹമ്മദ് ബഷീർ, ഹാരിസ് ബീരാൻ, MLAമാരായ P അബ്ദുൽ ഹബീദ് മാസ്റ്റർ, P ഉബൈദുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, നഗരസഭാ ചെയർപേഴ്സൺ CA നിദ ഷഹീർ, വൈസ് ചെയർമാൻ അഷറഫ് മടാൻ, സ്ഥിരസമിതി അധ്യക്ഷൻ A മുഹിയുദ്ദീൻ അലി, CT ഫാത്തിമത്ത്, സുഹറാബി തുടങ്ങിയവർ പ്രസംഗിച്ചു. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.